എല്ലാറ്റിനേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരവസ്ഥ. മറ്റൊരു വാക്യം പറഞ്ഞാൽ, വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈശോ പറയുന്നത്. അപ്പം അങ്ങനെ വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയത്തോടെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടേണ്ടവരില്ല. എൻ്റെ ഹൃദയം കർത്താവിലാണ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ലോകത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും ലോകം വെച്ച് നീട്ടുന്ന അസ്വസ്ഥതകളും പരാജയങ്ങളും നഷ്ടങ്ങളെ പ്രതി ഒരു മനുഷ്യ മനസ്സിന് ആകുലതകളും അസ്വസ്ഥതകളില്ല. കാരണം എന്താ? എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും വിഭജിക്കപ്പെടാതെ കർത്താവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പൂർണ്ണമായും കർത്താവിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ഹൃദയം മറ്റു കാര്യങ്ങളെക്കുറിച്ച് എന്തിനാ അസ്വസ്ഥമാകുന്നത്? എന്തിനു മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടണം? ലോകം വെച്ച് നീട്ടുന്ന അനുദിന ജീവിതത്തിന്റെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും രോഗങ്ങളും തകർച്ചകളും ഇതൊക്കെ വരുമ്പോഴും കർത്താവിൽ ഹൃദയം ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതം അത്ര കണ്ട് ആകുലപ്പെടാൻ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യം വരില്ല. കാരണം അവന്റെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പോലെ 26-ാം അധ്യായത്തിൽ കർത്താവിൽ ഹൃദയം ഉറപ്പിക്കപ്പെട്ടവന് നിലനിൽക്കുന്ന നിത്യമായ സമാധാനമുണ്ട്.